The Lord is on my side as my helper. യഹോവ എന്നെ സഹായിക്കുന്ന നിലയിൽ എൻ്റെ പക്ഷത്ത് നിൽക്കുകയാണ്. ദൈവം എൻ്റെ അരികിൽ എൻ്റെ സഹായത്തിനായി നിൽക്കുന്ന കാഴ്ച കാണുകയാണ് ഞാൻ ഇന്ന് രാവിലെ. മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധികളിൽ ഞാൻ ഒറ്റയ്ക്കല്ലെന്നുള്ള അത്യുന്നതമായ തിരിച്ചറിവ് എനിക്ക് ഈ കാഴ്ച പകർന്നു തരുന്നു. നിങ്ങൾ തളർന്നുവെന്നും തോറ്റുവെന്നും ആരെല്ലാം പറഞ്ഞാലും ഇല്ല എന്നതാണ് സത്യം. തുറക്കപ്പെട്ട ആകാശത്തിൻ്റെ കീഴിൽ ഈ ഭൂമിയിൽ സഹായത്തിന് ആരുമില്ലാതെ കരങ്ങൾ വിരിച്ചു നിൽക്കുന്ന നിങ്ങളുടെ വലത് കരം പിടിക്കാൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നേരിട്ടിറങ്ങുന്ന അസുലഭമായ കാഴ്ച എല്ലാവരും കാണട്ടെ. നിങ്ങളുടെ കൂടെ യേശുവുണ്ട്. നിങ്ങളുടെ പക്ഷത്ത് കർത്താവ് നിങ്ങൾക്ക് സഹായത്തിനായി ഇന്ന് ഇറങ്ങുകയാണ്. പ്രവചനദൂതിലേക്ക് നമുക്ക് പോകാം. ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനിധികളെ, പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പസ്വരം കേൾക്കാൻ ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ വിളിക്കുന്നു. ഇന്നത്തെ പ്രവചനദൂതിലേക്ക് സ്നേഹവന്ദനം. 118 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വചനം, എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഈ വചനം നമുക്ക് പകർന്നു നൽകുന്ന അതിശക്തമായ ഒരു എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തോട് ഏറ്റവും കൂടുതലായി ചോദിച്ചു പോകുന്ന ഒരു വല്ലാത്ത ചോദ്യമുണ്ട്. പലപ്പോഴും ലൈഫിലെ കഠിനവും പ്രയാസകരവുമായ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നത്. കർത്താവേ, ഞാനിവിടെ തനിച്ചാണ്, എൻ്റെ കൂടെ ആരുമില്ല, ശരിക്കും അങ്ങൻ്റെ കൂടെയുണ്ടോ? വാസ്തവമായും അങ്ങ് എൻ്റെ ഒപ്പം ഉണ്ടോ? ഈ ചോദ്യം ഒരു നിസ്സഹായനായ മനുഷ്യനായിട്ടാണ് പലപ്പോഴും നമ്മൾ ദൈവമുമ്പാകെ ചോദിക്കാറുള്ളത്. ഈ ചോദ്യത്തിന് പുറകിൽ നമ്മളെ കൊണ്ടുപോയി ഇത്തരം അവസ്ഥയ്ക്ക് വിധേയപ്പെടുത്തുന്ന കുറേ സാഹചര്യങ്ങളും വ്യക്തികളും കുറേ പ്രോബ്ലങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ നടുവിൽ നാക്കുകൊണ്ടൊരു ഉത്തരം പറഞ്ഞാൽ എളുപ്പമാണ്. ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഞാനുണ്ട് എന്ന് പറയുന്നത് എളുപ്പമാണ്. ഒരു പ്രോബ്ലത്തിൻ്റെ മുമ്പിൽ ഞാൻ കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വാക്ക് പോലും നമുക്ക് ആശ്വാസമാണ്. പറയുന്ന പലരും അവസ്ഥയുടെ മുമ്പിൽ കാണാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണെങ്കിൽ പോലും ഞങ്ങളുണ്ട് എന്ന് പറയുന്നതൊരു ആശ്വാസമാണ്. എന്നാൽ കർത്താവ് നാക്കുകൊണ്ട് അങ്ങനെ ഞാനുണ്ട് എന്ന് ഒരു അശരീരിയായി നമ്മളോട് പറയുന്ന ഒരു സ്വഭാവക്കാരനല്ല. പിന്നെയോ നമ്മളുടെ കൂടെ നമ്മുടെ പിതാവ് ഇരിക്കുന്നു എന്നത് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന നിലയിൽ ആ കരമാണ് നമ്മൾക്ക് വേണ്ടി സഹായം ചെയ്തത് എന്ന് നമുക്ക് ആ ഒരു സംശയവുമില്ലാതെ തിരിച്ചറിയാൻ പറ്റുന്ന നിലയിൽ തൻ്റെ സാമീപ്യവും വിശ്വസ്തമായ സഹായവും നമ്മളോടുള്ള അവിടുത്തെ അമിതമായ വാത്സല്യവും എല്ലാം കർത്താവ് വെളിപ്പെടുത്തി തരാൻ ചില കാര്യങ്ങൾ ചെയ്യും. നമ്മളുടെ ഒരു ആവശ്യത്തിൻ്റെ മുൻപിൽ ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, ഞാൻ നിന്നെ സഹായിക്കുന്നു, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു തരാൻ വേണ്ടി നമ്മുടെ ദൈവം ചെയ്യുന്ന, യേശു ചെയ്യുന്ന ഒരു പ്രത്യേക പരിപാടിയെക്കുറിച്ചാണ് ഈ വചനം പ്രതിപാദിക്കുന്നത്. ആ പരിപാടി വിശദമാക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത് മറ്റൊന്നുമല്ല, ഞാൻ തനിച്ചാണല്ലോ കർത്താവേ, എൻ്റെ കൂടെ ആരുമില്ലല്ലോ, എന്നെ ആരാണ് ഈ വിഷയത്തിൽ സഹായിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉയരുമ്പോൾ കർത്താവ് അതിന് നൽകുന്ന മറുപടി ചില വ്യക്തികളെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ വരുന്നു, മറ്റൊരാൾ വരുന്നു. ഇങ്ങനെ വരുന്ന ആൾക്കാർ സ്വാഭാവികമായും അവരുടെ ജീവിത തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് തങ്ങളുടേതല്ലാത്തൊരു കാര്യത്തിൽ ഇടപെട്ട് നമുക്കൊരു ഫേവർ ചെയ്തു തരാൻ അവർക്ക് എന്തോന്നിൻ്റെ കേടാണെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. പക്ഷേ ആ നിലയിൽ തങ്ങളുടെ കാര്യം പോലെ നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ ഒപ്പം നിൽക്കാൻ തക്കവിധം നമ്മുടെ രക്തബന്ധുവോ കൂടപ്പിറപ്പോ ഒന്നുമല്ലാത്ത ഒരാൾ സന്നദ്ധമായി വരുന്നുണ്ടെങ്കിൽ നിശ്ചയമായും തിരിച്ചറിഞ്ഞുകൊള്ളണം. അവരുടെ ജാതിയോ മതമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കല്ലേ, ആ മനുഷ്യനെ നമുക്ക് വേണ്ടി സജ്ജമാക്കി തരുന്നത് നമ്മുടെ കർത്താവാണ്. ദൈവമാണ് ആ വ്യക്തികളിലൂടെ നമ്മുടെ അരികിലേക്ക് വരുന്നത്. കർത്താവാണ് അത്തരം സഹായങ്ങളുടെ പുറകിലെ സൂത്രധാരൻ. തളർന്നു പോകുന്ന നിങ്ങൾക്ക് ബലം തരാൻ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ കിട്ടാൻ ആരെയാണോ ഒരുക്കി തരേണ്ടത് അവരെ തന്നെ കർത്താവ് ആ സമയത്ത് കൊണ്ടുതരും. ആ വ്യക്തിയെ നമ്മുടെ ലൈഫിൽ ഒരുക്കി തരുമ്പോൾ നമുക്ക് എന്തോ വലിയൊരു ആശ്വാസമാണ് ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. അത്തരത്തിൽ ആശ്വസിപ്പിക്കാൻ
ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിലും ഈ യാത്രകളിലെല്ലാമുള്ള ഒത്തിരി മനുഷ്യരുടെ മുഖമോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്രകാരം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഒരു സെഗ്മെൻറ്റിൽ ഹെൽപ്പിനായിട്ട് ദൈവം അവരെ എഴുന്നേൽപ്പിച്ചു, അത് സത്യം തന്നെ. ദൈവം വന്ന് അവരുടെ കരങ്ങളിലൂടെയാണ് നമുക്ക് വേണ്ടി തൻ്റെ പ്രവൃത്തി അയച്ചത്. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ അവർ മാറിപ്പോയാലും പേടിക്കേണ്ട. അടുത്ത വ്യക്തികൾ ആ നിലയിൽ ദൈവത്തിൻ്റെ കരമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളൊരാവശ്യത്തിലാകുമ്പോൾ, നിങ്ങളൊരു പ്രശ്നത്തിലാകുമ്പോൾ, നിങ്ങൾക്ക് തനിയെ പരിഹരിക്കാൻ വയ്യാത്ത ഒരു വലിയ വെല്ലുവിളിയെ നിങ്ങൾ നേരിടുമ്പോൾ, നിശ്ചയമായും ദൈവം ഒരു മോശയെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ദൈവം ഒരു ഏലിയാവിനെ നിങ്ങൾക്കായി തരും. ദൈവം ഒരു സഹായിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കും. അതാരായിരിക്കണം എന്നതിൻ്റെ തീരുമാനവും രൂപരേഖയും 100% കർത്താവിൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. ഇന്നയാളായിരുന്നെങ്കിൽ എന്ന് നമുക്ക് ശഠിക്കാൻ പറ്റത്തില്ല. കർത്താവ് തീരുമാനിക്കും ആര് വേണമെന്നുള്ള കാര്യം. മുറിവേറ്റ് കിടക്കുന്ന വഴിയിൽ നമ്മളെ സഹായിപ്പാൻ നമ്മൾ ചിന്തിക്കുന്ന പുരോഹിതനോ ലേവ്യനോ തയ്യാറായില്ല എങ്കിൽ പോലും ഒരു ശമരിയാക്കാരൻ ആ വഴി വരുന്നുണ്ടെന്നേ. ഈ മുറിവേറ്റവൻ്റെ സ്റ്റോറിയിൽ, നിങ്ങൾ തകർന്നു കിടക്കുന്ന ഈ ജീവിത അവസ്ഥയുടെ, ഈ ജീവിത കഥയിൽ നിങ്ങളെ ഏറ്റെടുക്കാൻ ഒരാൾ വരും എന്നത് കഥയല്ല, അത് വാസ്തവമാണ്. ഇത് നിങ്ങളുടെ സംഭവവും അനുഭവവുമായി തീർക്കത്തക്ക വിധം നിങ്ങളുടെ കാര്യത്തിൽ എൻ്റെ ദൈവം ഭയങ്കര ഉത്തരവാദിത്വമുള്ളവനാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാത്തതുപോലെ, നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ കരുതാത്തതുപോലെ, നിങ്ങളെ കരുതുന്ന ചില മുഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വരും. നിങ്ങൾ ഒരിക്കലും നനയ്ക്കാത്ത ചില മനുഷ്യരാണ് നിങ്ങളുടെ ലൈഫിൽ വന്ന് ഈ റോള് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് മനുഷ്യരെ സ്നേഹിക്കാം, പ്രിയപ്പെട്ടവരെ കരുതാം, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാം. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നമ്മളുടെ ജീവിതത്തിൻ്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാൻ ദൈവം എന്നും മതിയായവനാണ്. തളർന്നു പോകത്തില്ല എന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. തള്ളിക്കളയത്തില്ല എന്നുള്ളത് ദൈവം നൽകിയ ഉറപ്പാണ്. കർത്താവ് കൂടെ ഉണ്ടാകും എന്നത് ദൈവം തൻ്റെ ജീവൻ വെച്ച് നൽകിയ ബോധ്യമാണ്. ലോകം അവസാനിച്ചിരിക്കുന്ന കാലത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നത് യേശു നമുക്ക് പകർന്നു നൽകിയ ഭയങ്കര ബോധ്യവും ബലവുമാണ്. പക്ഷേ നിങ്ങൾ ആ കർത്താവിനെ ഇന്ന് കാണാൻ, അന്വേഷിക്കാൻ തയ്യാറാകേണ്ടത് ഒരു പക്ഷേ ആരോ വരച്ച ഒരു ചിത്രത്തിലെ രൂപത്തിൽ ആയിരിക്കരുത്. എവിടെയോ ഭൂകമ്പങ്ങളുടെയും തീജ്വാലയുടെയും കൊടുങ്കാറ്റിൻ്റെയും കാഹളനാദത്തിൻ്റെയും അകമ്പടിയോടുകൂടെ ഇറങ്ങി വരുന്ന ഒരു ആകാശ പൗരനായോ ഒരു അശരീരി ശബ്ദമായോ അഗ്നിജ്വാല പ്രതീകമായോ ഒന്നും നിങ്ങൾ ആ കർത്താവിനെ ഇന്നത്തെ ഈ ദിവസം എക്സ്പെക്റ്റ് ചെയ്യരുത്. പകരം നാട്ടിൻപുറത്തുകാരനായി നിങ്ങളുടെ കൂടെ നടക്കുന്ന, വിയർക്കുന്ന ഒരു മനുഷ്യനും കണ്ണീരൊഴുകുന്ന ഒരു മനുഷ്യൻ്റെയും രൂപത്തിൽ നിങ്ങൾക്കിന്ന് ആ കർത്താവിനെ കാണാൻ കഴിയും. തളർന്നിരിക്കുന്ന നിങ്ങളെ കിതച്ചുകൊണ്ടെടുക്കുന്ന ആ മനുഷ്യനാരോ, അവൻ്റെ കൈയുടെ പുറകിൽ ദൈവത്തിൻ്റെ കൈ നിങ്ങൾക്കായി വെളിപ്പെടും. ഞാൻ എൻ്റെ വാക്ക് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവനെ നിന്നോട് പറയട്ടെ, നീ തളർന്നു പോകരുത്. കർത്താവ് നിനക്ക് സഹായത്തിനായി ഇറങ്ങി വരുന്നുണ്ട്. എൻ്റെ വാക്ക് കേൾക്കുന്ന പ്രിയ ചേച്ചിയെ, വിഷമിക്കല്ലേ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു തരും. അമ്മച്ചി, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല, അതിനേക്കാൾ അപ്പുറത്ത് ദൈവം ചില മനുഷ്യരുടെ മനസ്സിനെയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ കൈയാലാണ് ദൈവം രാജാക്കന്മാരുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നതെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കരത്തിൽ നീർത്തോടുപോലെ ഇരിക്കുന്നു. അവിടത്തേക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അവിടുന്ന് അതിനെ തിരിക്കുന്നു. ഇങ്ങോട്ട് ചരിയണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ചരിയും, അല്ല അങ്ങോട്ടെന്ന് വെച്ചാൽ അങ്ങോട്ട്. നമുക്ക് വേണ്ടി ആരുടെ ഹൃദയത്തെയും ചലിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. അതുകൊണ്ട് കരുണ വറ്റിപ്പോയിരിക്കുന്നു. ദയയില്ലാത്ത ലോകത്ത് ഞാൻ നിർദ്ധയനായൊരു മൃഗത്തെ പോലെ വേട്ടയാടപ്പെടുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട. ഇത് കരുണയുടെ കാലമാണ്, ഇത് കൃപയുടെ യുഗമാണ്. ഇവിടെ നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നുണ്ട് ഒരു കർത്താവിനാൽ, നിങ്ങൾ കരുതപ്പെടുന്നുണ്ട് മനുഷ്യരാൽ. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നത് തെളിയിക്കപ്പെടുന്നു. എങ്ങനെ? നിങ്ങളെ സഹായിക്കാൻ വരുന്നവരുടെ മുഖത്തെ പുഞ്ചിരിയിലൂടെ. നിങ്ങളെ നോക്കി ചിരിക്കുന്നത് കർത്താവായ യേശുവാണ്. എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്ത് ഉണ്ട്. ഈ വചനം നമുക്കിന്ന് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം.
നിശ്ചയമായും ഈ അപകടഘട്ടത്തിൽ, ഈ വല്ലാത്ത നേരത്തിൽ, പ്രതീക്ഷയില്ലാത്ത ഈ ഒരു സമയത്തിൽ നമുക്ക് കർത്താവ് നൽകുന്ന കൈത്തിരിയാണ് ഈ വചനം. പേടിക്കരുത്, ഞാനുണ്ട് കൂടെ. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നത് നിനക്ക് ഉറപ്പ് വരുത്താൻ ഞാൻ നിൻ്റെ അരികിലേക്ക് വരുന്ന മനുഷ്യർ നിന്നെ സഹായിക്കും. കാരണം നിന്നെ സഹായിക്കാൻ വേണ്ടി വരുന്ന വ്യക്തികളെ, അതിന് നിൻ്റെ ജീവിതത്തിലേക്ക് അവരെ ലീഡ് ചെയ്ത് വിടുന്നത് ഞാൻ തന്നെയാണ്. കർത്താവ് ഇന്ന് മനുഷ്യരൂപത്തിൽ, മനുഷ്യരുടെ കരുണയുടെ രൂപത്തിൽ, മാനുഷിക സഹായങ്ങളുടെ രൂപത്തിൽ നമ്മൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന, ശാരീരികമായി അധ്വാനിക്കുന്ന, പണം ചെലവഴിക്കുന്ന, ഇടപെടലുകൾ നടത്തുന്ന, സംസാരിക്കുന്ന വ്യക്തികളോട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന പല രൂപത്തിൽ കർത്താവിൻ്റെ ദിവ്യ സഹായം നിങ്ങൾക്കായി വെളിപ്പെടും. എന്നെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ കാണുന്നൊരു മുഖമുണ്ട്. ഇന്നുവരെയും എൻ്റെ ജീവിതത്തിൻ്റെ കണ്ണ് നിറഞ്ഞ സമയങ്ങളിലെല്ലാം എൻ്റെ കണ്ണീര് തുടയ്ക്കുവാൻ എന്നെ നോക്കി ആർദ്രതയോടെ പുഞ്ചിരിച്ചൊരു മുഖം, അതെൻ്റെ യേശുവിൻ്റെ മുഖമാണ്. ഒന്ന് പറഞ്ഞേ, എന്നെ സഹായിക്കുന്നവർ നിരന്ന് നിൽക്കുന്നു. ആ നിരന്ന് നിൽക്കുന്ന ഓരോരുത്തരുടെയും കണ്ണുകളിൽ ഞാൻ ഒരാളെ കാണുന്നു. കാൽവറിയിൽ എനിക്ക് വേണ്ടി ജീവൻ വെച്ച് തന്ന എൻ്റെ യേശുനാഥനെ. ഇന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ധൈര്യപ്പെട്ടാട്ടെ. ബൈബിൾ നമ്മളോട് പറയുന്നു, നമ്മളെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ നമ്മുടെ പക്ഷത്ത് ഉണ്ട്. നമ്മളുടെ സൈഡിൽ നമ്മുടെ യേശു നിൽക്കുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മളെ ഏറ്റെടുക്കാൻ. തളർന്നു പോകാതെ ഇന്നത്തെ പകൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. ഞങ്ങളുടെ ദൈവമേ, സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, അതിശയകരമായ വാഗ്ദാനങ്ങളുടെ ശക്തി പകർന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ വെച്ച് കെട്ടി ഇന്ന് രാവിലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് വന്നതിനായിട്ട് സ്തോത്രം. ഞാൻ ഏറ്റവും ഭയപ്പെടുന്നു, ഞാൻ ഏറ്റവും തളർന്നിരിക്കുന്നു. എനിക്കിനി വയ്യ എന്ന് പറയുന്നവരെ ഏറ്റെടുക്കുന്ന സ്നേഹശബ്ദമായി, സൗഹൃദസ്വരമായി പ്രിയപ്പെട്ടവരുടെ അധരങ്ങളിലൂടെ എൻ്റെ ദൈവം ഇന്നിവരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഒരു ഭയങ്കരമായ വിടുതൽ, ഇന്ന് വരെ കാണാത്തൊരാത്മാവിൻ്റെ സന്തോഷം, മനസ്സിൻ്റെ ഭാരങ്ങൾ എടുത്തു കളയുന്ന ഒരു ദൈവിക വിടുതൽ ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ നിറയുമാറാകട്ടെ. കടങ്കേറി വലഞ്ഞിരുന്ന പ്രവാചക ശിഷ്യൻ്റെ വീട്ടിൽ എലീശ പ്രവാചകനെ കർത്താവ് ഹല്ലേലൂയ തക്ക സമയത്ത് ഇടപെടൽ നടത്തുവാൻ നിയോഗിച്ച പോലെ ഇവരുടെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ, മുങ്ങിപ്പോകുന്ന ബാധ്യതകളുടെ നടുവിൽ, മൂക്കറ്റം മുങ്ങി നിൽക്കുന്ന പെരുവെള്ളത്തിൽ വലിച്ചു കയറ്റാൻ കൈസഹായത്തിനോ ഒരു പിടി ബലത്തിനോ ആരുമില്ലാതെ വലയുമ്പോൾ ഇവർക്ക് വേണ്ടി അത്ഭുതകരമായ ഇടപെടലുകൾ നടത്തുന്ന വലിയ ദൈവത്തിൻ്റെ സ്നേഹം ചില പ്രത്യേക മനുഷ്യരെ ഇവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് ഇവർക്ക് വേണ്ടി വിമോചനവും അത്ഭുതവും ചെയ്യുവാൻ സന്നദ്ധമായിരിക്കാൻ സ്തോത്രം. യേശു വരും. കർത്താവ് ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിന്നെ പിടിച്ചു കയറ്റും. യേശു വരും. ഈ രോഗശൈലിയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും. യേശു വരും. ഈ അപമാനത്തിൽ നിന്നും അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. യേശു വരും. നിൻ്റെ കണ്ണുനീരവൻ തുടയ്ക്കും. യേശു വരും. നിനക്ക് പ്രത്യാശയുടെ പുതിയ ഭാവി അവൻ തുറക്കും. ധൈര്യപ്പെടുവാനുള്ള, കരുത്ത് പ്രാപിക്കുവാനുള്ള, മുന്നോട്ടേക്ക് ബലത്തോടെ നീങ്ങുവാനുള്ള ആത്മീകമായ അവബോധം യേശു അപ്പച്ചൻ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല. മക്കളെ, എനിക്ക് വന്ന് ചെവി തരുവീൻ. യഹോവയിലുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ച് തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവനാർ യേശുവിൻ്റെ നാമത്തിൽ നന്മ കാണാൻ ആഗ്രഹിക്കട്ടെ, ദീർഘായുസിക്കട്ടെ. മതി കർത്താവേ, എനിക്ക് മരിക്കണം, എനിക്കിനി ജീവിക്കണ്ട എന്നൊക്കെയുള്ള വാക്കുകൾ ഇവരുടെ ലൈഫിൽ നിന്നും അവസാനിക്കട്ടെ. സന്തോഷം നിറഞ്ഞ ജീവിതം എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്നത് ആനന്ദത്തോടെ എനിക്ക് പൂർത്തീകരിക്കണം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. എനിക്ക് ബലത്തോടെ മുൻപോട്ടേക്ക് പോകണം. ഇത്ര നല്ലൊരു യേശു എൻ്റെ ജീവിതത്തിലുണ്ട്. ഇത്രമാത്രം നല്ലവനായൊരു കർത്താവ് എന്നെ ചേർത്ത് പിടിക്കുന്നു. ഞാൻ തളരുന്നത് വെറുതെയാണ്. എൻ്റെ കർത്താവ് ഞാൻ തകരാൻ സമ്മതിക്കുകയില്ല. ഞാൻ പേടിക്കുന്നത് വെറുതെയാണ്. എൻ്റെ ഭയങ്ങൾക്ക് ദൈവം എന്നെ വിട്ടുകൊടുക്കുകയില്ല. സാത്താൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് 100 പദ്ധതികളും ആശകളും ഉണ്ടായിരിക്കും. പക്ഷെ അതിലൊന്നുപോലും എൻ്റെ ജീവിതത്തിൽ വരാൻ എൻ്റെ കർത്താവ് അനുവദിക്കുകയില്ല. ബലഹീനനായ എന്നെ,
ദുർബലനായ എന്നെ ആരെക്കാളും അധികമായി ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ കരമേ ഞാൻ അങ്ങേ ചുംബിക്കുന്നു. ഹല്ലേലൂയ. യേശുവപ്പച്ചാ, ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടതെല്ലാം അവിടുത്തെ കിളിവാതിൽ തുറന്ന് അയച്ചു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. നിൻ്റെ മക്കൾക്ക് വേണ്ട സകല നന്മകളും ഇന്ന് രാവിലെ ഇവരുടെ വീട്ടിൽ വരട്ടെ. ഇന്നിവരുടെ ആവശ്യം നിറവേറ്റുവാൻ വേണ്ടത്ര ധനം ഇവർക്ക് ലഭിക്കട്ടെ. ഇന്നിവരുടെ ചോദ്യങ്ങളുടെ മുൻപിൽ മറുപടി പറയുവാൻ ഇവർക്ക് പ്രാപ്തിയില്ലാതെ വലയുമ്പോൾ അതിന് തക്കവിധം ശക്തിയും അധികാരവുമുള്ള മനുഷ്യർ ഇവരുടെ മുൻപിൽ ഇവർക്കായി സമയങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ. ഇവർക്ക് വേണ്ടി ഉന്നതരോട് സംസാരിക്കുവാൻ ചിലർ രംഗത്ത് വരട്ടെ. കർത്താവ് അത് പറയുന്നു, ഞാനത് നിനക്കായി ചെയ്യുമെന്ന്. നിനക്ക് വേണ്ടി ഇന്ന് സംസാരിക്കുവാൻ, ഉന്നതരായ ചിലരോട് ഇടപെടുവാൻ ദൈവം ചില മനുഷ്യരെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ഹല്ലേലൂയ. ഈ ഭാരത്തിന് നടുവിൽ ആരും ഏറ്റെടുക്കാനില്ലാതെ വലയുമ്പോൾ ഞാനുണ്ടെന്ന് തീരുമാനിച്ച് ഒരു നല്ല സമരിയാക്കാരൻ എത്തിയതുപോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ കൈത്താങ്ങുവാൻ തക്കവിധം ഒരാൾ വരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. യേശു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് കിട്ടുന്ന സഹായങ്ങളിലൂടെ, ഞങ്ങൾക്ക് കിട്ടുന്ന പ്രത്യേകമായ മനുഷ്യരുടെ ഇടപെടലുകളിലൂടെ അത് പ്രൂവ് ചെയ്യപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്ന് രാവിലെ എന്നെ കേട്ട ഓരോ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. വാടക വീടുകളിൽ കഴിയുന്നവരുണ്ട്. ഈ മാസത്തെ വാടക കൊടുക്കുവാൻ നിർവാഹമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവെ ഒരു അത്ഭുതം ഇന്ന് ചെയ്യണമേ. ഇവർക്കായി കർത്താവ് ഒരു പ്രവൃത്തി ഇന്ന് തുറക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് ഈ വിഷയത്തിലൊരു വിടുതലുണ്ടാകും. പഠിപ്പിക്കാൻ വിട്ട കുഞ്ഞിൻ്റെ അടുത്ത ഘട്ടത്തിലെ ഫീസ് അടയ്ക്കുവാൻ ഭാരപ്പെട്ട് അതിന് നിർവാഹമില്ലാതെ ദൈവമേ എനിക്കൊരു വഴിയുമില്ലല്ലോ എന്നുള്ള വേദനയോടുകൂടെ വിലപിക്കുന്ന ഈ കുടുംബത്തിൻ്റെ കണ്ണുനീരിന് യേശു ഇപ്പോൾ ഒരു പരിഹാരത്തിനായി ഒരാളെ ഇവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. മനുഷ്യരുടെ സഹായങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു വലിയ സാക്ഷ്യം ഇന്ന് ആ പൈതലിൻ്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ കർത്താവ് ഇവർക്ക് വേണ്ടി നൽകി നിൻ്റെ കുഞ്ഞുങ്ങളെ ഉയർത്താൻ പോകുന്നതിനായിട്ട് സ്തോത്രം. മനുഷ്യർ ഇത്രയും കാലം അവഗണിച്ചും തിരിഞ്ഞു പോലും നോക്കാതെ ഇട്ടിരുന്ന നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് തേടി ആൾക്കാർ വന്നു കയറുന്നത് പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ ഇടപെടൽ നിങ്ങളുടെ ആ പദ്ധതിയോടനുബന്ധിച്ച് കർത്താവ് ഇന്ന് നിർവഹിക്കുകയും നിങ്ങൾക്ക് ഇന്നു മുതൽ അതിലൂടെ ഒരു അനുഗ്രഹീതമായ ആദായവും ഉയർച്ചയും ഉണ്ടാകുകയും ചെയ്യുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുവാനായി സംസാരിക്കുന്നു. ഞാനത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സ്ഥാപനം കഴിഞ്ഞ മണിക്കൂറുകൾ വരെ അത് തുറന്നു വെക്കുന്നത് വെറുതെ ആയിരുന്നെങ്കിൽ ഇന്ന് പകൽ മുതൽ ഇനി അതങ്ങനെ ആയിരിക്കുകയില്ല. കർത്താവ് അതിൻ്റെ മുൻവശത്ത് തൻ്റെ ദൂതന്മാരെ നിർത്തും. അതിനകത്തേക്ക് ഇന്നു മുതൽ ജനം വരും. നിങ്ങളുടെ വ്യാപാരം, നിങ്ങളുടെ ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇനിയും ഒരു തകർച്ചയ്ക്ക് മേൽ വീണുപോകാതെ ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ നിന്നും കർത്താവ് അതിനെ പൂർവാധികം ശക്തിയോടെ ഡെവലപ്പ് ചെയ്തു തരും. നിങ്ങളൊരു അത്ഭുതം ആ മേഖലയിൽ കാണും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോടത് പ്രവചിച്ചു പറയുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. നിങ്ങൾ ആ വാതിൽ തുറന്നതിൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും, മഹത്വീകരിക്കും. ഹല്ലേലൂയ. രോഗശൈലിയിൽ അതിഭയങ്കരമാംവിധ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ശരീരങ്ങളെക്കാൾ ഉപരി മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന പൈശാചിക ബാധകളെ നസ്രേനാം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അമർച്ച ചെയ്യുന്നു, ശാസിക്കുന്നു. ഒരു ശാന്തതയും സ്വസ്ഥതയും ഇവരുടെ മനസ്സിൻ്റെ മേൽ വരട്ടെ. ശരീരം മരുന്നുകളോട് നന്നായി പ്രതികരിക്കട്ടെ. ആരോഗ്യത്തോടു കൂടെ ഒന്ന് എഴുന്നേൽക്കട്ടെ. ദൈവം നൽകുന്ന ജീവിതത്തിൽ രോഗങ്ങൾ സ്വാഭാവികമാണെങ്കിൽ പോലും ആ രോഗം മാത്രമായി അതങ്ങ് അവിഞ്ഞു പോകുന്നത് അനുവദിക്കാതെ അവിടുത്തെ ദിവ്യമായ സൗഖ്യം ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അവിടുത്തെ നിത്യമായ സൗഖ്യം നൽകി അങ്ങയുടെ പ്രിയ മക്കളെ ഉയർത്തണമേ എന്ന് ഞാൻ ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന എൻ്റെ അപ്പൻ കേട്ടതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ ഈ ദിവസത്തിൽ ഒത്തിരി വിടുതലുകൾ, എൻ്റെ ദൈവം ഒരുപാട് സാക്ഷ്യങ്ങൾ അങ്ങയുടെ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഒരുക്കിയിരിക്കൽ നന്ദി. ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമേൻ പറയുന്ന ഈ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ചിലരുടെ അരികിൽ നടന്നിരിക്കുന്നതായിട്ട് ഞാൻ തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. ദൂരെ ഈ രാജ്യത്തിനപ്പുറത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു പേപ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു റിപ്ലൈ വേണം.
അത് സാങ്ഷൻ ആയിരിക്കുന്നു എന്നതിൻ്റെ കൺഫർമേഷൻ ഈ പ്രാർത്ഥനയ്ക്ക് ഞാനിപ്പോൾ ആമേൻ പറയുന്നതിനോട് ചേർന്ന് നിങ്ങളുടെ ഫോണിൽ, നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്കത് കിട്ടും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടത് ദൈവം ഇവർക്കായി ഒരുക്കി കഴിഞ്ഞതിനായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, ഇത്ര നല്ലവനായൊരു യേശു നമ്മുടെ കൂടെ, നമ്മുടെ അപകടഘട്ടങ്ങളിൽ നമ്മളെ സഹായിപ്പാൻ മനുഷ്യരുടെ കൂടെ നമ്മുടെ കർത്താവാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എത്ര മനോഹരമാണ് ജീവിതം അല്ലേ? എന്ത് ആശ്വാസമാണ് ഈ വാക്കുകൾ. നമുക്കിതിനാൽ ദൈവത്തെ മഹത്വീകരിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം നിങ്ങളിത് ഷെയർ ചെയ്യണം. ആരും അതിൽ മടി വിചാരിക്കരുത്. ഇന്നത്തെ സുവിശേഷ വേല നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ തളർന്നിരിക്കുന്ന ഒരുപാട് പേർക്ക് നമുക്കിത് പ്രചോദനമായി പകർന്നു കൊടുക്കാം. നിങ്ങളിത് ലൈക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ചെല്ലും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസവും ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സുദീർഘമായി ഞാൻ അതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചില്ല. പക്ഷേ ഓരോ കമൻറ്റുകളെയും നോക്കി അതിനുവേണ്ടി ആമേൻ പറഞ്ഞു പോകാറുണ്ട്. അതിനുവേണ്ടി സ്തോത്രം ചെയ്യാറുണ്ട്. കാരണം ഓരോ പ്രതീക്ഷയും, ഓരോ പ്രാർത്ഥനാ അഭ്യർത്ഥനയും ഒരു പ്രതീക്ഷയാണ് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളത്. അപ്പോൾ പബ്ലിക്കായിട്ട് വന്ന് അത്തരം പ്രാർത്ഥനാ അഭ്യർത്ഥനകൾ നൽകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവമുമ്പാകെ ഒരു വാക്കിൽ നന്ദി പറഞ്ഞില്ലെങ്കിൽ, സ്തോത്രം ചെയ്തില്ലെങ്കിൽ അത് ദൈവസന്നിധിയിൽ തന്നെ ഒരു നന്ദികേടാകും. അതുകൊണ്ട് അത് പലതും ശ്രദ്ധാപൂർവ്വം നിർവഹിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കട്ടെ. 1-2 വിഷയങ്ങൾ പെട്ടെന്നൊന്ന് പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്റർ ദീപ്തിയുടെ പ്രാർത്ഥനാ വിഷയം ഞാൻ കണ്ടു. കുടുംബത്തിൽ ദൈവം സമാധാനമൊരുക്കും, ഭാരപ്പെടാതെ നിൽക്കുക. ജൂലി വർഗീസ് സഹോദരിയെ, ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണെന്നുള്ളത് കേട്ടല്ലോ. ധൈര്യമായി നിൽക്കുക. കർത്താവ് നിങ്ങളുടെ ആവശ്യത്തിൽ നിങ്ങളെ നിശ്ചയമായും സഹായിക്കും. വത്സമ്മ എന്നൊരമ്മ കമൻ്റ് ചെയ്തിരിക്കുന്നത് ദൈവം വഴികളെ തുറക്കുമെന്നതാണ്. ഞാനതിന് ആമേൻ പറയുന്നു. സിസ്റ്റർ റോയിന തോമസ്, നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നീക്കേണ്ടതിനെ ദൈവം നീക്കും, സ്ഥാപിക്കേണ്ടതിനെ ദൈവം അവിടെ സ്ഥിരപ്പെടുത്തും. ധൈര്യമായിട്ട് വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത് ചെയ്തിരിക്കും. ശ്രീജ മധു, ഞാൻ ആ വസ്തുവിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയം കണ്ടിരിക്കുന്നു. ദൈവം അതിൻ്റെ വ്യാപാരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഈ ദിവസങ്ങളിൽ തന്നെ ഒരുക്കും. ധൈര്യമായി പ്രാർത്ഥിച്ചു. മോനി മിനി എന്ന് പറയുന്ന സിസ്റ്ററുടെ പ്രാർത്ഥനാ വിഷയം ഹസ്ബൻഡിന് ജോലിയില്ല എന്നുള്ളതാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വീട്ടിൽ പണം നിറയട്ടെ. ജോലിയുടെ സാധ്യതകൾ, അവസരങ്ങൾ ഒരുപാടുണ്ടാകട്ടെ. ഈ അരക്ഷിതാവസ്ഥയും വരൾച്ചയും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അനുഗ്രഹിക്കുന്നു. നിൻ്റെ വീട്ടിൽ നന്മ നിറയും, നിറയും, നിറയും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സിസ്റ്റർ സിനി രാജു, വീട് പണിയുമായി ബന്ധപ്പെട്ട ആ കാര്യം ഞാൻ കണ്ടു. ഒരിക്കലും ഒരു പരിഹാസ വിഷയമായി മാറില്ല. ഞാനൊരു അഭിമാന വിഷയമായി മാറുമെന്ന് പറ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഭവനം ഒരുപാട് പേർ ദൈവത്തെ സ്തുതിക്കുവാനും നിങ്ങളെ ഇത്രത്തോളം ദൈവം ഉയർത്തിയത് അനേകർ കണ്ട് അത്ഭുതപ്പെടാനും കർത്താവ് കാരണമാക്കും. സിസ്റ്റർ രജനി, നിങ്ങളുടെ വീടിൻ്റെ കാവൽക്കാരൻ യേശുവല്ലേ, ധൈര്യപ്പെട്ടാട്ടെ. അഞ്ജന വിജയൻ, ഞാൻ കണ്ടു ഈ കമൻറ്റ്. കർത്താവിൻ്റെ വഴി നിങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് തുറക്കപ്പെടുന്നത്. നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിച്ചു തുടങ്ങണം. പ്രതീക്ഷിക്കാത്ത വാതിലുകളെ തുറക്കുന്ന കർത്താവിനെ സ്തോത്രം ചെയ്തു തുടങ്ങണം. അത് നിങ്ങൾക്കായി തുറക്കപ്പെടുന്നത് കാണാൻ കഴിയും. സിസ്റ്റർ അനിത ഷാജി, ഗോഡ് ബ്ലസ് യു. ഞാൻ ആ കമൻറ്റ് കണ്ടു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മഞ്ജു, സിസ്റ്റർ മഞ്ജു, 10 ദിവസമായിട്ട് കുഞ്ഞ് ശ്വാസം മുട്ടലും ചുമയുമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് ഈ കമൻറ്റിൽ കാണുന്നു. പ്രാർത്ഥിക്കാൻ മാത്രമല്ല, നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. ആ പൈതലിൻ്റെ നെഞ്ചിൽ പ്രാർത്ഥിച്ചൽപ്പം 2-3 തുള്ളി എണ്ണ എടുത്ത് യേശുവിൻ്റെ നാമത്തിൽ ആ ഹൃദയത്തിൻ്റെ മേൽ, ആ ശ്വാസകോശത്തിൻ്റെ മേൽ ഇങ്ങനെ മെല്ലെ തലോടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കർത്താവായ യേശു ചെയ്ത ഒരത്ഭുതം നിങ്ങളൊന്ന് വായിച്ചാട്ടെ. യേശു ചെയ്ത ഒരത്ഭുതം നിങ്ങൾ വായിച്ചുകൊണ്ട് ആ കുഞ്ഞിൻ്റെ നെഞ്ചിലൊന്ന് തലോടിയാട്ടെ. അത്ഭുതകരമായ ഒരു റിസൾട്ട് ഇമ്മീഡിയറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ജയമോളി ചേച്ചി, കർത്താവിൻ്റെ കൃപ വെളിപ്പെടും. വീട്ടിൽ അത്ഭുതത്തിനായിട്ട് ദൈവം ഒരു അടയാളം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിപ്പാൻ കഴിയാത്തൊരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണും. യേശുവിൻ്റെ നാമത്തിൽ ഇത് മണിക്കൂറുകൾക്കകം നിങ്ങളുടെ മേൽ സംഭവിക്കും. ബിൻസി തോമസ്, നിൻ്റെ കരത്തിൻ്റെ ഞെരുക്കങ്ങൾ മാറട്ടെ. നന്മയും അനുഗ്രഹവും അതിൽ നിറയട്ടെ. യേശുവിൻ്റെ കരങ്ങൾ തുളയ്ക്കപ്പെട്ടത് യാഥാർത്ഥ്യമാണല്ലോ.
ആ കരങ്ങളിലുള്ള സമൃദ്ധിയും സമ്പന്നതയും നിൻ്റെ കരങ്ങളിലേക്ക് വരട്ടെ. ഒരു വർധനവുണ്ടാകട്ടെ. ജീസസ്. ഗീത ജയകുമാർ, അഖിലിനു വേണ്ടി അമ്മ പറഞ്ഞ പ്രാർത്ഥനാ വിഷയം ഞാൻ കണ്ടു. ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ, ഉയർച്ചകൾ ദൈവം നൽകും. ബ്രദർ സജിയുടെ കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുന്ന വേളയിൽ കണ്ണിൽ തുണി കെട്ടി അടിയേറ്റതായിട്ട് നമ്മൾ വായിക്കുന്നു. കാഴ്ചയുള്ള കണ്ണുകളെ മൂടിക്കെട്ടാൻ മനുഷ്യർക്ക് കർത്താവ് തൻ്റെ കണ്ണുകൾ സമർപ്പിച്ചെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ കണ്ണിന്മേൽ വ്യാപരിക്കുന്ന ഈ അന്ധതയുടെ മേൽ കാൽവറിയിൽ യേശു ഒരുക്കിയ വിജയം വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കണ്ണിൽ കൈവച്ച് ഒരു 10-20 തവണ യേശുവിൻ്റെ നാമത്തിൽ കാഴ്ച തുറക്കട്ടെ എന്ന് പറ. ഒരു 20/20 വിഷൻ ആ കണ്ണുകളുടെ മേലുണ്ടാകട്ടെ. ജോയൽ നെവിലിനും കാനഡയുമായി ബന്ധപ്പെട്ടുള്ള ആ ജോലിയുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഭാവിയുടെ വാതിൽ തുറക്കപ്പെടുമേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് വരുന്നത് നിങ്ങൾ കാണും. സിസ്റ്റർ ശ്രീദേവി, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുക തന്നെ ചെയ്യും. ലാലി തോമസ് സിസ്റ്ററെ, കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥനാ വിഷയമാണ് നിങ്ങളും അയച്ചിരിക്കുന്നത്. ഞാൻ തൊട്ട് പുറകിൽ പറഞ്ഞ കാര്യം കേട്ടല്ലോ, അതുപോലെ ചെയ്താലും. ആതിരാനന്ദുവിൻ്റെ സങ്കടത്തിൻ്റെ മേൽ, രോഗങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വരട്ടെ. നിങ്ങളുടെ വീട്ടിൽ സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ. മോളുടെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു മാതാവ് നൽകിയിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം ഞാൻ കണ്ടു. കർത്താവ് അത്ഭുതം ചെയ്യും. രാജൻ്റെ കാലിൻ്റെ മുറിവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിലൊരു സാക്ഷ്യമുണ്ടായത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. വെരിക്കോസ് വെയിൻ വന്ന് ആ ബുദ്ധിമുട്ടുണ്ടായി. അത് പിന്നെ ലെഗ് അൾസറായി കാലിൽ വലിയൊരു ദ്വാരം ഫോം ചെയ്തു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവവൽ മാംസം വന്ന് നിറയുകയും തൊക്ക് വന്ന് മൂടുകയും ചെയ്തു. ആ അമ്മ വന്ന് ആ സാക്ഷ്യം അറിയിക്കുകയുണ്ടായി. കർത്താവ് അത്ഭുതം ചെയ്യും, ആ മുറിവ് ഉണങ്ങും. പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. വിനോദ് ആൻഡ് ഫാമിലി, നിങ്ങളുടെ ആ പ്രോബ്ലത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകും. ദൈവം ഉന്നതരോട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, പേടിക്കാതിരിക്കൂ. ജിബിൻ്റെ 13-ാം തീയതിയിലെ എക്സാമിൻ്റെ മേൽ വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 16-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് പോണേ. മിനി, എത്ര പ്രാർത്ഥിച്ചാലും ഒരു ധൈര്യം കിട്ടുന്നില്ല എന്നുള്ള കമൻറ്റ് ഞാൻ കണ്ടു. ഇപ്പം ധൈര്യവുമാണ് ദൈവരാജ്യത്തിലെ അടിസ്ഥാന ശക്തി. കർത്താവ് നമ്മുടെ കൂടെ എങ്ങനെയെല്ലാം നിൽക്കുമെന്നത് ഇന്ന് മനസ്സിലായല്ലോ. കർത്താവ് നിങ്ങളെ വിട്ടുമാറില്ല. നിങ്ങൾ ഭയപ്പെടുന്നു എന്ന് കരുതി ദൈവപ്രവൃത്തിയുടെ ശക്തി കുറയത്തില്ല. നിങ്ങളുടെ ഈ അവസ്ഥയിലും നിങ്ങളെ കൈത്താങ്ങുന്നവനാണ് യേശു. ധൈര്യമായി നിൽക്ക്, അത്ഭുതം നടക്കും കേട്ടോ. ബ്രദർ രാജീവ് രാജപ്പൻ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അലക്സാണ്ടർ കെ ജോർജ്, അങ്ങേ ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷ് കുമാറിൻ്റെ ഹിയർ ബാലൻസിങ് പ്രോബ്ലം യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. കർത്താവേ, ഈ വിഷയത്താൽ ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തല കറങ്ങുന്ന, താഴെ വീഴുന്ന, വോമിറ്റിംഗ് ഉണ്ടാകുന്ന ഇവരുടെ ഈ പ്രശ്നത്തിന് മേൽ ഈ നിമിഷം തന്നെ അത്ഭുത വിടുതലുണ്ടാകട്ടെ. ഞങ്ങളുടെ ചർച്ചിലൊരു മോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഈ ഒരു പ്രോബ്ലമായിരുന്നു. ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ആ കുഞ്ഞിന് സൗഖ്യം കിട്ടിയില്ല. പക്ഷേ ഒരുവിധം ആ കൊച്ചിനെ വീട്ടിലെത്തിച്ചു. വീട്ടിൽ വന്നിട്ടും അവൾ തല കറങ്ങി കിടന്നിടത്ത് ചെന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അവളിൽ നിന്നും ആ ഒരു രോഗാത്മാവ് വിട്ടുമാറി അവൾക്ക് സൗഖ്യമുണ്ടായത്. നിശ്ചയമായും നിങ്ങളുടെ മേലിൽ നിന്ന് ആ വിടുതലുണ്ടാകും. തലയിൽ മുൾക്കിരീടമേറ്റ നമ്മുടെ കർത്താവിനെ അല്പനേരം ഒന്ന് ആരാധിച്ചാട്ടെ. ആ നിലയിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ തലയിൽ കോലുകൊണ്ട് അടിയേറ്റതായിട്ട് നമ്മൾ വായിക്കുന്നില്ലേ? കാൽവറിയിൽ യേശു സഹിച്ചതൊക്കെ നമുക്ക് വേണ്ടിയാണ്. അതിൻ്റെ ഗുണഭോക്താവായി നമുക്ക് മാറാം. ചെയ്താലും സജിത ചേച്ചിയുടെ ആ പ്രശ്നത്തിൽ രാഹുൽ പണം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ചർച്ചിൽ വന്ന് എന്നോട് പറഞ്ഞിരുന്നല്ലോ ആ വിഷയം. ഇനി ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് ആ കാര്യം. ദൈവം അത്ഭുതം ചെയ്യും. മേഴ്സി മാത്യു സിസ്റ്ററുടെ മോൻ്റെ സിയുടെ എക്സാമിൻ്റെ കാര്യം കണ്ടു. കർത്താവ് ഒരു നല്ല ഭാവി ഒരുക്കും. സെപ്റ്റംബറിലെ ആ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇപ്പോഴേ ഒരുങ്ങുക. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കും. പത്മിനി ഓമനക്കുട്ടൻ, അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ ഷേർലി ജോയ്, കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപിക്കട്ടെ. പ്രണവിൻ്റെ കുവൈറ്റിലേക്കുള്ള ഈ ഒരു യാത്രയുടെ മേൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടെ ഒരു വാതിൽ തുറന്നതിൻ്റെ സന്തോഷ വാർത്ത കേൾക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സുജാ മാത്യുവിൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഓഫീസിൽ അദ്ദേഹത്തിനെ അലട്ടുന്ന എല്ലാ മാനസിക സമ്മർദ്ദങ്ങളും മാറട്ടെ. വർക്ക് ലോഡ് കുറയട്ടെ. ആ മനുഷ്യന് വളരെ സമാധാനത്തോടെ ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. വാണി കൃഷ്ണയ്ക്ക് മൈക്രോബയോളജിസ്റ്റായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. നിശ്ചയമായും അത് ലഭിക്കും. കർത്താവ് അത് ചെയ്യും.
യേശുവിൻ്റെ നാമത്തിൽ ആ പൈതലിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു ഇടപെടലുണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സൗദിയിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ബ്രദർ സജിക്ക് വേണ്ടി ഒരു അത്ഭുത വാതിൽ ഇന്ന് തന്നെ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, അതിന്ന് തന്നെ സംഭവിക്കണമേ. ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുക്കണമേ. ക്രിസ്പോസിൻ്റെ ഭവനത്തെ കൊരിന്തിൽ പൗലോസിന് വേണ്ടി തുറന്നതുപോലെ സൗദിയിലൊരു വാതിൽ ആ മകന് വേണ്ടി തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശു ഇത് ചെയ്തതിൻ്റെ സന്തോഷം ഇവർ പങ്കുവെക്കട്ടെ. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും കർത്താവ് ആദരിക്കും. ഗീതാകൃഷ്ണൻ എന്ന് പറയുന്ന അമ്മ പറഞ്ഞ സങ്കടം ദൈവകരങ്ങളിൽ വെക്കുന്നു. മോളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതം ചെയ്യും. അമ്മേ, ഉഷ തോമസ് സിസ്റ്ററുടെ മകൻ മെൽവിന് അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാവി തുറന്നു വരട്ടെ ജീസസ്. ജോയ് ആലീസ് എന്ന സിസ്റ്ററുടെ കുഞ്ഞ് റിനുവിന് വേണ്ടി ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കുറേ വിഷയങ്ങളൂടെയുണ്ട്. രതീഷ് എന്ന മോന് വേണ്ടി നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി പേർ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട്. ജോലിയുടെ കാര്യം. ഡിറ്റ് ജോൺ എന്ന് പറയുന്ന മകൻ കുവൈറ്റിൽ ആയിരുന്നു. നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം വാതിൽ തുറക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, വിവിധ പ്രാർത്ഥനാ അഭ്യർത്ഥനകൾ കമൻറ്റുകളിലൂടെ നൽകിയ ദൈവമൊക്കെക്കായി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഇതെഴുതിയത് ഈ ശുശ്രൂഷയുടെ കീഴിലെ കമൻറ്റ് സെക്ഷനിലാണെങ്കിൽ പോലും എഴുതപ്പെട്ടൊരു പ്രാർത്ഥനാ വിഷയമായി സ്വർഗത്തിലിത് അംഗീകരിക്കണമേ. അവിടുത്തെ സുവിശേഷം പങ്കുവെക്കുന്ന ഒരു വോളിൽ അവിടുത്തെ മക്കളുടെ അഭ്യർത്ഥന അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് കർത്താവിൻ്റെ നാമനിമിത്തം സജ്ജമായിരിക്കുന്നൊരു പേജാകയാൽ ഇവിടെ വരുന്ന ഓരോ അഭ്യർത്ഥനയുടെയും പുറകിൽ കർത്താവായ യേശുവിലുള്ള വിശ്വാസവും പ്രാർത്ഥനാ സഹായത്തിൻ്റെ മേലുള്ളതായ ഒരു ആവശ്യകതയുമാകയാൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്നു. ഇവർക്ക് വേണ്ടി ദൈവത്തോട് ഞാൻ അപേക്ഷിക്കുന്നു. കൊടുക്കണമേ. ഇവരുടെ ആവശ്യം നടപ്പിലാക്കി കൊടുക്കണമേ. ഇവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണമേ. ഇവരെ കൈവിടല്ലേ. ഇവരുടെ കുറവുകളെ നോക്കല്ലേ. ഇവരുടെ വീഴ്ചകളെ എണ്ണല്ലേ. അപ്പാ, ഇവരോട് ദയ തോന്നണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കൊത്തവണ്ണം, ഞങ്ങളുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം അവിടുന്ന് ഞങ്ങളോട് പെരുമാറുന്നില്ലല്ലോ. നിത്യദയാലുവായ കരുണയുടെ കടലേ, മഹാദയുടെ പർവ്വതമായ എൻ്റെ പൊന്നതമ്പുരാനെ, എൻ്റെ യേശു അപ്പാ, ഇന്ന് തന്നെ അങ്ങയുടെ കൃപ ഈ മക്കൾക്ക് വേണ്ടി അത്ഭുതം സൃഷ്ടിച്ചു എന്നുള്ള സന്തോഷ വാർത്ത കേൾക്കുവാൻ കരുണയാക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ അപ്പാ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ ദൈവിക ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങൾക്കിത് എന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൺ അമർത്തുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓരോ ഞായറാഴ്ചയും നിങ്ങൾ അയക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി കൃത്യമാം വിധം പൊതുസഭയിൽ ശ്രദ്ധ ചെലുത്തിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ പ്രയർ ലൈനിൽ കർത്താവിൻ്റെ ദാസീദാസന്മാർ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടും അർദ്ധരാത്രികളിലുമെല്ലാമായി പ്രാർത്ഥിക്കുന്ന വിവിധ പ്രയർ ചെയിനുകൾ നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്നു. ആ പ്രാർത്ഥനാ സേവനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുവരുത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നതിനും ഇവിടേക്ക് അയച്ചിരുന്നതും കാരണമായി തീരും. നമ്മുടെ വിശുദ്ധ സഭായോഗം നമുക്ക് കോട്ടയത്തും കൂത്താട്ടുകുളത്തുമായി നടക്കുന്നു. കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലും, കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ തൊട്ടു മുകളിലെ നിലയിലുമാണ് വിശുദ്ധ ആരാധന നടക്കുന്നത്. രണ്ടിടത്തും ഒരേ സമയത്താണ് ആരാധന ആരംഭിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ. വിശുദ്ധ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും കൊണ്ടുവരും. സഭ സന്ദർശിക്കുവാനും ആത്മീക ആരാധനയിലും കൂട്ടായ്മയിലും പങ്കുചേരുവാനും കർത്താവ് അനുവദിക്കുന്ന പക്ഷം ദൈവകൃപയിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങൾ നിങ്ങളെ കുടുംബമായി ക്ഷണിക്കുകയാണ്. കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.